Welcome to RK's Stories. മടിക്കേരിയിലെ നിഗൂഢതകൾ ഭാഗം 24. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ആക്രമിക്കാൻ എന്നോണം മുന്നോട്ട് പാഞ്ഞു വരുന്നവരുടെ കൃഷ്ണമണികൾ സാധാരണ മനുഷ്യരുടേതിൽ നിന്നും വ്യത്യസ്തമായി രുധിരവർണ്ണമായിരുന്നു. അവരുടെ ചലനങ്ങളിൽ നിന്നും അവരാരും സ്വബോധത്തോടെയല്ല നിൽക്കുന്നതെന്ന് ജഗത്തിന് മനസ്സിലായി. എതിരെ വരുന്ന കൂട്ടത്തെ നേരിടാനായി ആ കമാൻഡോസ് മുന്നിലേക്ക് കയറി നിന്നപ്പോ ജഗത്തിന്റെ നോട്ടം ആ അഗ്നികുണ്ഡത്തിന് അപ്പുറം നിൽക്കുന്ന 3 പേരിലായിരുന്നു. ആക്രോശത്തോടെ വന്ന ആൾക്കൂട്ടം മുന്നിൽ നിന്നിരുന്ന വിശാലിനെയും കാളിദാസിനെയും പൊതിഞ്ഞു. ജഗത്ത് നരേനെ പിന്നിലേക്ക് വലിച്ചു മാറ്റി. ആ ആൾക്കൂട്ടത്തിന് നടുവിൽ കാളിദാസിനും വിശാലിനും എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർക്കു ചുറ്റിനും പൊതിഞ്ഞു നിന്നിരുന്ന ആളുകളുടെ മുകളിലേക്ക് പുറകിൽ നിന്നവരും അവരെ കയ്യിൽ കിട്ടാനെന്നോണം വലിഞ്ഞു കയറിക്കൊണ്ടിരുന്നു. ഒടുവിൽ ആ ആൾക്കൂട്ടം വലിയൊരു കൂന പോലെയായി. അവർക്ക് നടുവിൽപ്പെട്ട കാളിദാസനും വിശാലും ഞെരിഞ്ഞമരുമെന്ന് ജഗത്തിന് തോന്നി. അവരെ വലിച്ചു മാറ്റാൻ ജഗത്ത് മുന്നോട്ട് കുതിച്ചപ്പോ നരേനും അവനോടൊപ്പം ഓടി. ഓരോരുത്തരുടെയും തോളിൽ ചവിട്ടിക്കയറി നിന്നവന്മാരുടെ കാലുകളിൽ പിടിച്ച് ജഗത്ത് വലിച്ചിടാൻ ശ്രമിച്ചപ്പോ നരേനും അവനെ സഹായിച്ചു. എന്നാൽ താഴേക്ക് വീണവർ ജഗത്തിനെയും നരേനെയും ശ്രദ്ധിക്കാതെ വീണ്ടും കാളിദാസിനെയും വിശാലിനെയും ലക്ഷ്യം വെച്ച് മുന്നിൽ നിൽക്കുന്നവന്മാരുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. തങ്ങളെക്കാൾ അവരുടെ ലക്ഷ്യം ആ കമാൻഡോസ് ആണെന്ന് ജഗത്തിന് തോന്നി. അവൻ വീണ്ടും ആ അഗ്നികുണ്ഡത്തിന് മുന്നിൽ നിൽക്കുന്നവരെ നോക്കി. നടുക്കും നിൽക്കുന്നവൾ ഒഴിച്ച് അവരുടെ ഇരുവശത്തും നിൽക്കുന്നവർ മുകളിലേക്ക് കൈകൾ ഉയർത്തി എന്തൊക്കെയോ മന്ത്രിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴും അവരാണ് ഈ കൂട്ടത്തെ നിയന്ത്രിക്കുന്നതെന്ന് ജഗത്തിന് തോന്നി. ആ ആൾക്കൂട്ടത്തെ വലിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് നിർത്തിയ ജഗത്ത് അവർക്കു നേരെ ഓടി. അത് കണ്ടതും നരേനും അവനെ പിന്തുടർന്നു. മുന്നിൽ നിന്നിരുന്ന ആ നേതാക്കളിൽ പുരുഷന്റെ അടുത്തേക്ക് ഓടിയെത്തിയ ജഗത്ത് കാലുയർത്തി അയാളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. പുറകോട്ട് നിരങ്ങി നീങ്ങിപ്പോയ അയാൾ വലത്തെ കാല് പിന്നിൽ ചവിട്ടി ഉറപ്പിച്ച് നേരെ നിന്നിട്ട് കണ്ണുകൾ തുറന്ന് ജഗത്തിനെ ഒന്ന് നോക്കി. അയാൾ ധരിച്ചിരുന്ന മുഖംമൂടിക്ക് വെളിയിൽ കണ്ട ആ കണ്ണുകളിലെ കൃഷ്ണമണികൾക്ക് അപ്പോൾ വെളുത്ത നിറമായിരുന്നു. മുഷ്ടി ചുരുട്ടി മുന്നോട്ടെടുത്ത ജഗത്തിന്റെ കൈകളിൽ അയാൾ കടന്നു പിടിച്ചു. എല്ലുകൾ പൊടിയുന്നത് പോലെ തോന്നി ജഗത്തിന്. അത്രയ്ക്ക് ശക്തമായിരുന്നു ആ പിടുത്തം. അയാൾ ജഗത്തിനെ നിസ്സാരമായി ചുഴറ്റി വലിച്ചെറിഞ്ഞു. അയാൾക്ക് ഇടതുവശത്ത് നിന്നിരുന്ന സ്ത്രീ യാതൊന്നും ശ്രദ്ധിക്കാതെ അപ്പോഴും മന്ത്രോച്ചാരണങ്ങളിൽ മുഴുകി നിൽക്കുകയായിരുന്നു. ജഗത്തിനെ വലിച്ചെറിയുന്നത് കണ്ട നരേൻ മുന്നോട്ട് ചെന്ന് അയാളുടെ താടിയെല്ലിൽ ശക്തിയോടെ ഇടിച്ചു. ഇടിയേറ്റ് കഴുത്ത് തിരിച്ച് അയാൾ തലയൊന്ന് കുടഞ്ഞിട്ട് കൈനീട്ടി നരേന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവനെ മുകളിലേക്ക് ഉയർത്തി. അയാളുടെ കൈകളിൽ കിടന്ന് അവൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. താഴെ വീണ് കിടന്നിരുന്ന ജഗത്ത് ചാടി എഴുന്നേറ്റ് അയാളെ വീണ്ടും ചവിട്ടി. നരേനെ ഒരു കൈയിൽ ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ അയാൾ മറ്റേ കൈകൊണ്ട് ജഗത്തിന്റെ കഴുത്തിനും കുത്തിപ്പിടിച്ചു. 2 കൈകളും ചുരുട്ടി ജഗത്ത് അയാളുടെ മുഖത്തിന് ഇരുവശത്തും പഞ്ച് ചെയ്തു. അതൊന്നും ലവലേശം പോലും ഏൽക്കാത്തതുപോലെ അയാൾ ജഗത്തിനെ നിസ്സാരമായി മുകളിലേക്ക് ഉയർത്തി. കഴുത്തിൽ കുടുക്കിട്ടു പിടിച്ചതുപോലെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് അവരിരുവരും അയാളുടെ കൈകളിൽ കിടന്ന് പിടഞ്ഞു. ആ സമയത്താണ് അവർക്ക് പിന്നിൽ കാളിദാസിനെയും വിശാലിനെയും പൊതിഞ്ഞിരുന്ന ആളുകൾ ഒരു കൊടുങ്കാറ്റടിച്ചതുപോലെ മുകളിലേക്ക് ചിതറിത്തെറിക്കുന്ന കാഴ്ച അവർ കണ്ടത്. കാളിദാസിന്റെ കയ്യിൽ എവിടെ നിന്നെന്നറിയില്ല വെട്ടിത്തിളങ്ങുന്നൊരു കുന്തം. വിശാലിന്റെ കൈവിരലുകളിൽ നിന്നും മിന്നൽ പിണറുകൾ പോലെ നീല നിറമുള്ള ജ്വാലകൾ ഉയർന്നു നിൽക്കുന്നു. ദൂരേക്ക് തെറിച്ചു വീണവർ വീണ്ടും അവരുടെ നേരെ ഓടിയെടുത്തപ്പോൾ വിശാലിന്റെ കൈകളിൽ നിന്നും ആ ജ്വാലകൾ അവരുടെ മേലേക്ക് ശക്തിയായി പതിഞ്ഞു. അവർ വീണ്ടും ദൂരേക്ക് തെറിച്ചു വീണ് നിലത്ത് കിടന്ന് പിടഞ്ഞു. കാളിദാസിന്റെ കയ്യിലിരുന്ന ആ കുന്തം തിരികെ ഒരു കടാരയുടെ രൂപത്തിലേക്ക് മാറുന്നത് കണ്ടതും ജഗത്തിന്റെ അത്ഭുതം വർദ്ധിച്ചു. നേരത്തെ കാട്ടിൽ വെച്ച് ശത്രുവിന്റെ പടച്ചട്ട തുളച്ചത് ആ കത്തിയായിരുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു. കഴുത്തിൽ മുറുകിയിരുന്ന കൈയുടെ ശക്തി ഒന്നുകൂടി കൂടിയതുപോലെ അവന് തോന്നി. ഇനിയും താമസിച്ചാൽ കഴുത്തിലെ ഞരമ്പുകൾ പൊട്ടി ജീവിതം അവസാനിക്കുമെന്ന് അവന് മനസ്സിലായി. അവൻ കാലുയർത്തി അയാളെ വീണ്ടും തൊഴിക്കാൻ ശ്രമിച്ചു. ചവിട്ട് കൊണ്ടിട്ടും അയാൾ അവരെ വിടാതെ ഉയർത്തിപ്പിടിച്ചു. അവരുടെ ശ്രദ്ധ ആകർഷിക്കാനെന്നോണം പിന്നിൽ നിന്നും കാളിദാസ് വായിൽ വിരൽ വെച്ച് വിസലടിച്ചു. അതേ സമയത്ത് തന്നെ അവർക്ക് മുന്നിൽ കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന തീക്കുണ്ടത്തിൽ നിന്നും കറുത്ത പുക പോലെ ഒരു സത്വം ഉയർത്തെഴുന്നേറ്റ് വരുന്നതും അവൻ കണ്ടു. അതിന്റെ നിഴൽ അവരുടെ മേൽ പതിച്ചു. മുകളിലേക്ക് കൈകൾ ഉയർത്തി മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടു നിന്നിരുന്ന ആ യുവതി തലകുനിച്ച ആ രൂപത്തെ വണങ്ങിയിട്ട് കാളിദാസിനെയും വിശാലിനെയും ചൂണ്ടി എന്തോ പറഞ്ഞു. അടുത്ത നിമിഷം വ്യക്തമല്ലാത്ത ആ നിഴൽ രൂപം ഉറക്കെ അലറിക്കൊണ്ട് അവർക്ക് നേരെ പാഞ്ഞു. പ്രയാസപ്പെട്ട് മുഖം തിരിച്ചു നോക്കിയ ജഗത്ത് കാളിദാസിന്റെ കയ്യിലിരുന്ന കത്തി തനിക്ക് നേരെ കറങ്ങിത്തിരിഞ്ഞു വരുന്നത് കണ്ടു.
കൈ നീട്ടി അവൻ ആ കത്തി പിടിച്ചെടുത്തിട്ട് അവനത് അവരെ ഉയർത്തിപ്പിടിച്ചു നിന്നിരുന്ന ആളിന്റെ കണ്ണിലേക്ക് കുത്തിയിറക്കി. വേദനയോടെ ഉറക്കെ അലറിക്കൊണ്ട് അയാൾ അവരെ വലിച്ചെറിഞ്ഞു. ആയുധമില്ലാതെ നിന്ന കാളിദാസിനെ പിന്നിലേക്ക് മാറ്റിക്കൊണ്ട് വിശാൽ ആ നിഴൽ രൂപത്തെ നേരിട്ടു. കണ്ണിൽ തറച്ചുകയറിയ കത്തിയുമായി നിലത്ത് വീണുകിടന്ന് പിടയുന്ന ആളെ നോക്കി അങ്ങേ വശത്ത് നിന്നിരുന്ന സ്ത്രീ ഉറക്കെ അലറി. കഴുത്ത് തിരുമി ചുമച്ചുകൊണ്ട് ജഗത്തും നരേനും ശ്വാസം മാഞ്ഞു വലിച്ചു. വിശാലിന്റെ കൈകളിൽ നിന്നും പാഞ്ഞ ജ്വാലകൾ ഏറ്റിട്ടും കുലുക്കമില്ലാതെ ആ നിഴൽ രൂപം അവരെ വീണ്ടും ആക്രമിച്ചുകൊണ്ടിരുന്നു. ആ രൂപത്തിന്റെ അടിയേറ്റ് വിശാലും കാളിദാസനും ദൂരേക്ക് തെറിച്ചു വീഴുന്നത് ജഗത്ത് കണ്ടു. ശ്വാസം ഒരിക്കൽ കൂടി ആഞ്ഞു വലിച്ചിട്ട് അവൻ ചാടി എഴുന്നേറ്റു. അതിനിടയിൽ ആ നിഴൽ രൂപത്തിന്റെ കൈകൾ നീളുന്നതും വിശാലിനെയും കാളിദാസിനെയും ആ കൈക്കുള്ളിലാക്കുന്നതും അവൻ കണ്ടു. വേദന എടുക്കുന്നത് പോലെ കാളിദാസനും വിശാലും ഉറക്കെ ശബ്ദമുണ്ടാക്കി. മുന്നോട്ട് ചാടിയ ജഗത്ത് താഴെ വീണ് പിടക്കുന്ന ആളുടെ കണ്ണിൽ നിന്നും ആ കത്തി ഊരിയെടുത്തു. തന്റെ കയ്യിലിരുന്ന കത്തി അല്പം മുന്നേ കാളിദാസിന്റെ കയ്യിലിരുന്ന കുന്തത്തിന്റെ രൂപത്തിലേക്ക് മാറിയിരുന്നെങ്കിൽ എന്നവനൊന്ന് ചിന്തിച്ചതേയുള്ളൂ. അപ്പോഴേക്കും ആ കത്തി അവന്റെ കയ്യിലിരുന്ന് വെട്ടിത്തിളങ്ങുന്ന ഒരു കുന്തമായി രൂപാന്തരം പ്രാപിച്ചു. ശരീരം മുഴുവൻ ഒരു ശക്തി സ്രോതസ് പാഞ്ഞു നടക്കും പോലെ ജഗത്തിന് തോന്നി. അവനത് മുകളിലേക്ക് ഉയർത്തി അങ്ങേവശത്തു നിന്ന് മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്ന സ്ത്രീയുടെ നേരെ ആഞ്ഞെറിഞ്ഞു. അഗ്നിസ്ഫുല്ലിംഗങ്ങൾ ചിതറിച്ചുകൊണ്ട് ആ കുന്തം അവർക്ക് നേരെ പാഞ്ഞു ചെന്നു. കാളിദാസിനെയും വിശാലിനെയും ആക്രമിച്ചുകൊണ്ടിരുന്ന ആ സത്വത്തെ മന്ത്രങ്ങളാൽ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീ തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആയുധത്തെ കണ്ടില്ല. അന്തരീക്ഷത്തിൽ കൂടി പാഞ്ഞു ചെന്ന ആ കുന്തം അവരുടെ നെഞ്ചിൽ കൂടി തുളച്ചു കയറി മറുപുറം കടന്ന് അവരെ തൊട്ടു പിന്നിലുള്ള മരത്തിലേക്ക് കുത്തി നിർത്തി. ആ കുന്തത്തിൽ കിടന്നു പിടഞ്ഞ അവരുടെ വാ പിളർന്നു. അതോടെ അവരുടെ ചലനങ്ങൾ നിലച്ച് ആ കുന്തത്തിൽ നിലം തൊടാതെ അവർ തൂങ്ങിക്കിടന്നു. കാളിദാസിനെയും വിശാലിനെയും ആക്രമിച്ചുകൊണ്ടിരുന്ന രൂപം ഒരു പുക പോലെ തിരികെ അഗ്നികുണ്ഡത്തിലേക്ക് ലയിച്ചു ചേർന്നു. അടുത്ത നിമിഷം ആളിക്കത്തിക്കൊണ്ടിരുന്ന തീയും അണഞ്ഞു. ചലനമറ്റ് കിടന്നിരുന്ന ആ നേതാക്കൾക്ക് നടുവിൽ ഒരു യുവതി മാത്രം അവശേഷിച്ചു. മുന്നിൽ നടക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടും അവർ അനങ്ങാതെ നിൽക്കുകയായിരുന്നു. കാളിദാസിനെയും വിശാലിനെയും ആക്രമിച്ച ആൾക്കൂട്ടത്തിൽ ഏറെ പേരും വിശാലിന്റെ കൈകളിൽ നിന്നും വന്ന ജ്വാലകളേറ്റ് മരണത്തിന് കീഴടങ്ങി കഴിഞ്ഞിരുന്നു. ബാക്കിയുള്ളവരാകട്ടെ എഴുന്നേൽക്കാനാവാതെ പരിക്കേറ്റ് നിലത്ത് കിടന്ന് ഞരങ്ങുകയായിരുന്നു. കാളിദാസ് തന്റെ കുന്തത്തിന് നേരെ കൈനീട്ടിയതും അത് പഴയപടി ഒരു കടാരയായി മാറി തിരികെ അവന്റെ കയ്യിലേക്കെത്തി. മരത്തിൽ തറക്കപ്പെട്ട നിലയിൽ നിന്നിരുന്ന ആ യുവതി അതോടെ താഴേക്ക് വീണു. കാളിദാസനും വിശാലും കൂടി നരേനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതിനിടയിൽ ജഗത്ത് മുന്നോട്ട് ചെന്ന് നടുവിൽ നിന്നിരുന്ന ആ യുവതിയുടെ മുഖം മൂടി ഊരി മാറ്റി. കഴുത്ത് തടവിക്കൊണ്ട് നേരെ നോക്കിയ നരേൻ ജഗത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആ യുവതിയെ കണ്ട് ഞെട്ടലോടെ കണ്ണുകൾ മിഴിച്ചു. അവരന്വേഷിച്ചു നടന്നിരുന്ന മിലിയായിരുന്നു അത്. എന്നാൽ അവളെ ആ വേഷത്തിൽ അവിടെ കണ്ടതിൽ ജഗത്തിന് വലിയ പരിഭ്രമമൊന്നും ഉള്ളതായിട്ട് അവന് തോന്നിയില്ല. കണ്ണുകളടച്ച അബോധാവസ്ഥയിൽ എന്ന പോലെ നിന്നിരുന്ന അവളെ തട്ടി ഉണർത്താൻ ശ്രമിക്കുകയായിരുന്നു ജഗത്ത്. മിലി, ഡാ മിലി. പല പ്രാവശ്യം വിളിച്ചെങ്കിലും അവൾ അബോധാവസ്ഥയിൽ നിന്നും ഉണരുന്നുണ്ടായിരുന്നില്ല. അവളുടെ അടുത്തേക്ക് ചെന്ന വിശാൽ തന്റെ വലത് കൈയുടെ തള്ളവിരൽ അവളുടെ പുരികങ്ങൾക്ക് നടുവിലായി അമർത്തി. ചെറിയൊരു സ്പാർക്ക് അവന്റെ കൈവിരലിൽ നിന്നും അവളുടെ ശരീരത്തിലേക്ക് കയറിയത് ജഗത്ത് കണ്ടു. ഞെട്ടി എന്നതുപോലെ മിലി കണ്ണുകൾ തുറന്നു. ചുറ്റുപാടും പകച്ചു നോക്കിയ അവൾ മുന്നിൽ നിൽക്കുന്ന ജഗത്തിനെ കണ്ടതും അവന്റെ ശരീരത്തിലേക്ക് ചാടി വീണ് അവനെ കെട്ടിപ്പുണർന്നു. കുട്ടേട്ടാ. അവൾ വാ വിട്ട് ഉറക്കെ കരയുന്നതും ജഗത്ത് അവളെ ആശ്വസിപ്പിക്കുന്നതും കണ്ട് കാര്യം മനസ്സിലാകാതെ അപ്പോഴും പകച്ചു നിൽക്കുകയായിരുന്നു നരേൻ. തന്നെ ഏൽപ്പിച്ചിരുന്നത് പോലെ ഒരു റോളാണോ മിലിയെയും ജഗത്ത് ഏൽപ്പിച്ചത് എന്നവൻ സംശയിച്ചെങ്കിലും അവിടെ മരിച്ചു കിടക്കുന്ന ബ്ലാക്ക് മാജിക്കാരുടെ നേതാക്കളുടെ കൂട്ടത്തിൽ അവൾ എങ്ങനെ വന്നു എന്നതോർത്ത് അവന്റെ തല പുകഞ്ഞു. ജഗത്ത് മിലിയെ ആശ്വസിപ്പിക്കുന്നതിനിടയിൽ കാളിദാസ് ചെന്ന് മരിച്ചു കിടക്കുന്ന ആ പുരുഷന്റെ മുഖം മൂടി ഉരുമാറ്റി. അസാധാരണമായ ശക്തിയുള്ള കത്തി കണ്ണിൽ തുളച്ചു കയറി കരിഞ്ഞ പാടിലൂടെ ഒഴുകിയിറങ്ങിയ രക്തവുമായി മരിച്ചു കിടക്കുന്ന സർവ്വമദനന്റെ മുഖം അവർക്ക് മുന്നിൽ തെളിഞ്ഞു. മിലിയെ ചേർത്തു പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയ ജഗത്ത് ആ മുഖം കണ്ടു ചിരിച്ചു. അങ്ങനെ പ്രസിദ്ധനായ സർവ്വമദനൻ നമ്മൾ വിരിച്ച വലയിൽ കുടുങ്ങി നരേൻ. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത് കേട്ട് നരേനും ചിരിച്ചു. സർവ്വമദനനെ ലക്ഷ്യം വെച്ച് ജഗത്തിന്റെ പ്ലാനിലൂടെ അവർ നടത്തിയ നീക്കം വിജയം വരിച്ചെങ്കിലും ആ കൂട്ടത്തിൽ മിലി എങ്ങനെ അവിടെ എത്തി എന്നതും രണ്ടാമത്തെ സ്ത്രീ ആരാണെന്നതും നരേന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിന്നു. കാളിദാസനും വിശാലും കൂടി പരിക്കേറ്റ് കിടന്നവരെ പരിശോധിക്കുന്നതിനിടയിൽ നരേൻ തന്റെ സംശയം ജഗത്തിനോട് തന്നെ ചോദിച്ചു. സർവ്വമദനാണ് ഇതിന് പിന്നിലെന്ന് തോന്നാനും മിലി എങ്ങനെ ഇവരോടൊപ്പം എത്തിയെന്നതും ഞാൻ വിശദമായി തന്നെ പറയാം. പക്ഷെ ഇവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ മരിച്ചു കിടക്കുന്ന സ്ത്രീ ഏതാണെന്ന് എനിക്കും അറിയില്ല നരേൻ. അപ്പോഴും മേങ്ങലടിച്ചുകൊണ്ടിരുന്ന മിലിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജഗത്ത് അത് പറഞ്ഞപ്പോ
നരേൻ മുന്നോട്ട് ചെന്ന് മരിച്ചു കിടന്നിരുന്ന ആ സ്ത്രീയുടെ മുഖംമൂടിയും ഊരിമാറ്റി. ജഗത്തും മിലിയും ഒരുപോലെ ഞെട്ടിപ്പോയി. ജഗത്തിന്റെ അമ്മാവൻ മാധവനുണ്ണിയുടെ ഒരേ ഒരു മകളായ അനുപമ മാധവനായിരുന്നു അവർക്ക് മുന്നിൽ മരിച്ചു കിടന്നിരുന്നത്. അത്രയേറെ പ്ലാൻ ചെയ്ത് അവരെ കുടുക്കിയ ജഗത്തിന് പോലും ആ കാഴ്ച അവിശ്വസനീയമായിരുന്നു. അനുപമയെ കണ്ടിട്ടില്ലാത്ത നരേന് അവരുടെ ഞെട്ടലിന്റെ കാര്യം പിടികിട്ടിയതുമില്ല. ജഗത്തും കണ്ണുകൾ തുടച്ചുകൊണ്ട് മിലിയും അനുപമയുടെ ശരീരത്തിന് മുന്നിൽ ചെന്ന് നിന്നു. ഒരു ഉറക്കത്തിൽ എന്നതുപോലെ കണ്ണുകൾ അടച്ച് ശാന്തമായി അവൾ മരിച്ചു കിടക്കുകയായിരുന്നു. ആരാടാ ഇത്? മിലി എങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ കൂടി? നരേൻ ചോദിച്ചു. ജഗത്ത് മുഖം തിരിച്ച് അവനെ നോക്കി. അവന്റെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. മിലിയെ കുറിച്ചുള്ള കാര്യം ഞാൻ പറയാം, പക്ഷെ ഇവൾ... മരിച്ചു കിടക്കുന്ന പെൺകുട്ടി ഒരിക്കൽ കൂടി നോക്കിയിട്ട് ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ തുടർന്നു. റഷ്യയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള അമ്മാവന്റെ മകളാണ് ഇത്. വാട്ട് ഈസ് ദിസ് ജഗു? എന്തൊക്കെയായി സംഭവിക്കുന്നേ? സർവമതന്റെ മുകളിൽ ആരോ ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അത് ഇവളായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തിട്ടില്ലടാ. ചുറ്റിനും നിന്ന് ചില കാൽപെരുമാറ്റങ്ങൾ കേട്ടതും അവർ 4 പേരും വീണ്ടും ജാഗരൂകരായി. ജഗത്ത് മിലിയെ തന്റെ പിന്നിലേക്ക് മാറ്റി നിർത്തി. ശത്രുക്കളാണെന്ന് കരുതി നിന്ന് അവരുടെ മുഖങ്ങളിൽ ആശ്വാസം പകർന്നുകൊണ്ട് ജോയിന്റ് കമ്മീഷണർ വെങ്കടേഷ് IPS പോലീസുകാരും അവരുടെ അടുത്തേക്ക് എത്തി. വെൽ ഡൺ മിസ്റ്റർ ജഗത്, നീ സ്വന്തപടി എല്ലാമേ നടന്നിരിക്കല്ലവാ. യെസ് സർ, ബട്ട് സം അൺഎക്സ്പെക്ടഡ് തിങ്സ് ഓൾസോ ഹാപ്പൻഡ്. മരിച്ചു കിടന്നിരുന്ന അനുപമയെ നോക്കിക്കൊണ്ടായിരുന്നു ജഗത് അത് പറഞ്ഞത്. അടുത്തേക്ക് വന്ന കാളിദാസനും വിശാലിനും കമ്മീഷണർ ഷെയ്ക്ക് ഹാൻഡുകൾ നൽകി. താങ്ക് യു ഗൈസ് ഫോർ യുവർ ഹെൽപ്പ്. ജഗത്, നീ ഇവരെ പരിചയപ്പെട്ടോ? കമ്മീഷണർ ചോദിച്ചത് കേട്ട് അവൻ തലയാട്ടി. യെസ് സർ, മാർക്കോസ് കമാൻഡോസ്, വിശാൽ ആൻഡ് കാളിദാസ്. അത് മറ്റുമല്ല ജഗത്, ദേ ഓൾസോ ഹാവ് സം സ്പെഷ്യൽ പവേഴ്സ്. ഓ സർ, ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എങ്ങനെ ലഭിച്ചു എന്നുകൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അവന്റെ ആ സംശയം കേട്ട് വിശാൽ ചിരിച്ചു. ജഗു, ഈ ഭൂമിയിൽ നമുക്ക് നിർവചിക്കാൻ സാധിക്കാത്ത പല അതീന്ദ്രിയ രഹസ്യങ്ങളും മറഞ്ഞു കിടപ്പുണ്ട്. അതിലൊന്നാ ഞങ്ങളുടെ ഈ ശക്തികളും എന്ന് കരുതിയാൽ മതി. സാത്താനി കർമ്മങ്ങൾ ചെയ്യുന്നവരും അവരുടെ കർമ്മങ്ങളിലൂടെ പ്രത്യക്ഷമാവുന്ന ഇരുട്ടിന്റെ ശക്തികളും അത്യധികം കരുത്തുള്ളവരാ. അതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് വന്നതും. ആ ശക്തിയെ തിരികെ അയക്കുന്നതിന് ഇപ്പോൾ ജഗത്ത് ഞങ്ങളെ സഹായിച്ചു. അതിന് പ്രത്യേകം നന്ദി. അത്രയും പറഞ്ഞിട്ട് വിശാൽ കമ്മീഷണർക്ക് നേരെ തിരിഞ്ഞു. ഓക്കെ സർ, ടൈം ടു ലീവ് നൗ. ബാക്കിയെല്ലാം ഇനി സാർ ഹാൻഡിൽ ചെയ്തോളൂ അല്ലേ? ഓഫ് കോഴ്സ്. വൺസ് അഗെയിൻ താങ്ക് യു ഗൈസ്. പോക്കറ്റിൽ നിന്നും ഒരു ചൂയിങ്കം എടുത്ത് കവർ പൊളിച്ച് വായിലേക്ക് ഇട്ടിട്ട് കാളിദാസൻ ജഗത്തിന്റെ അടുത്തേക്ക് വന്നു. താങ്ക് യു ജഗു. ഒന്ന് ഓർക്കുക, ചില അവസാനങ്ങൾ മറ്റു ചിലതിന്റെ തുടക്കങ്ങളും ആകാം. അത്രയും പറഞ്ഞിട്ട് കാളിദാസ് കാട്ടിനുള്ളിലെ ആ ഇരുട്ടിലേക്ക് നടന്നു മറഞ്ഞു. അവരെ നോക്കി കൈ വീശി കാട്ടിയിട്ട് വിശാലും അവനെ പിന്തുടർന്നു. ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങൾക്കിടയിൽ അവർ മറഞ്ഞു. ജഗത്ത് ഒരു ദീർഘനിശ്വാസത്തോടെ മരിച്ചു കിടക്കുന്ന അനുപമയെയും സർവമതനെയും നോക്കി നിന്നു. കമ്മീഷണറുടെ കൂടെ വന്ന പോലീസുകാർ വിശാലിന്റെ പ്രഹരമേറ്റു മരിച്ചു കിടന്നവരെയും അബോധാവസ്ഥയിൽ കിടന്നവരെയും പരിശോധിക്കുകയായിരുന്നു. സാർ, സീ ദിസ്. കൂട്ടത്തിൽ നിന്നും ഒരു ഇൻസ്പെക്ടർ ആശ്ചര്യത്തോടെ വിളിച്ചു പറഞ്ഞത് കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി. തുടരും. മടിക്കേരിയിലെ നിഗൂഢതകൾ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്ത് സഹായിക്കണേ. താങ്ക് യു. See you soon.